ഹലോ നമസ്കാരം, RT മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ പതിവ് പോലെ LPST റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളായി LPST റാങ്ക് ലിസ്റ്റിലെ സാധ്യതകൾ നമ്മൾ സംസാരിക്കുന്നു. ഇന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാകും, പത്തനംതിട്ട ജില്ലയിൽ കുറച്ച് അഡ്വൈസ് പോയിട്ടുണ്ട്. അത് ഡിസേബിൾഡ് കാറ്റഗറിയിലുള്ളതാണ്. അതുകൊണ്ട് 19-ാം തീയതിയാണ് അഡ്വൈസ് പോയത്. ഞാൻ അറിഞ്ഞത് ഞാൻ പറയാതിരിക്കാൻ കാരണം അത് കഴിഞ്ഞ ലിസ്റ്റിലെ കുറച്ച് പെൻഡിങ്ങിലുള്ള ഡിസേബിൾഡ് കാറ്റഗറിയിലുള്ള പെൻഡിങ്ങിലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം ഈ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാനത് വലിയ ഇമ്പോർട്ടൻസോടുകൂടി പറയാതിരുന്നത്. ഏതായാലും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഫസ്റ്റ് അഡ്വൈസ് 19/6/25 പോയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളോട് പറയുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളെക്കുറിച്ചാണ്. ഒരുപാട് പേര് മലപ്പുറം ജില്ലയിലെ സാധ്യതകൾ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇന്ന് മലപ്പുറം ജില്ലയാണ് ഞാൻ പറയുന്നത്. മലപ്പുറം ജില്ലയാണെങ്കിൽ പോലും മറ്റ് ജില്ലയിലെ പലർക്കും ശ്രദ്ധിക്കാവുന്ന കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ള കാര്യം കൂടി ആദ്യമേ പറയട്ടെ. മലപ്പുറം ജില്ലയിലെ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ 2974 പേരുണ്ട്. മുൻ ലിസ്റ്റിൽ അത് 2227 പേരായിരുന്നു. ഒരു 747 പേര് അധികം വന്നിട്ടുണ്ട് ഈ ലിസ്റ്റിൽ. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി 747 പേരുണ്ട്. കഴിഞ്ഞ 2 ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിൻ്റെ അവസാനം വരെ നിയമനം നടന്നിട്ടുണ്ടെന്നുള്ളതാണ് മലപ്പുറം ജില്ലയിലെ പ്രത്യേകത. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും വലിയ ലിസ്റ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലെ നിയമന നില പലരും കുറച്ച് ഉദ്യോഗത്തോടെ ശ്രദ്ധിക്കുന്നതാണ്. മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എത്ര കാറ്റഗറി ഉള്ളത്, ഞാൻ മെയിൻ ലിസ്റ്റ് മാത്രമേ നോക്കിയുള്ളൂ. വലിയ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ മെയിൻ ലിസ്റ്റിലെ എണ്ണം ഏതാണ്ട് അങ്ങ് പറയാം. എണ്ണത്തിൽ വലിയ കാര്യമല്ല, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ബാക്കിയുള്ള കാര്യം സപ്ലിമെൻ്ററി ലിസ്റ്റിലെ എണ്ണം നിങ്ങൾ നോക്കിയാൽ മതി. മെയിൻ ലിസ്റ്റിൽ ജനറൽ ഓപ്പൺ കോമ്പറ്റീഷൻ 155 പേര്, EWS 90 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കൂടുതലുണ്ട്. ഈഴവ EBT കാറ്റഗറിയിൽ 312 പേര്, മുസ്ലിം 812 പേര്, കൂടുതലുള്ള മുസ്ലിമാണ് 812 പേര്. EWSൻ്റെ കാര്യം പറഞ്ഞാൽ 90 പേര്. ഈ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കിട്ടാൻ പോകുന്ന ഒരു EWS വിഭാഗത്തിനാണ്. ഞാനത് പറയാം, കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. EWSന് ഏറ്റവും സാധ്യതയുള്ള ലിസ്റ്റാണ് മലപ്പുറം ജില്ലയുടെ ലിസ്റ്റ്. മുസ്ലിം 812 പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഓപ്പൺ കോമ്പറ്റീഷൻ്റെ റേഞ്ചിൽ തന്നെ അല്ലെങ്കിൽ തൊട്ട് മുകളിലായിരിക്കും നിയമന നില. അപ്പോൾ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. OBC 50 പേര് മെയിൻ ലിസ്റ്റിൽ, SC 42 പേര്, ലാറ്റിൻ കത്തോലിക്ക 12 പേര്, SIC നാടാർ 6 പേര്, ഹിന്ദു നാടാർ 3 പേര്, ധീവര 2 ആൾ, ഡിസേബിൾഡ് കാറ്റഗറിയിലുള്ള LDOCP 1 ആൾ, SCCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ 1 ആൾ, ST 1 ആൾ. അങ്ങനെ 1550 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. 2974 പേര് ടോട്ടൽ ലിസ്റ്റിലും ഉണ്ട്. ഇത്രയാണ് ഈ ലിസ്റ്റിൻ്റെ കാര്യം. ലിസ്റ്റിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല, സമയം എടുക്കുന്നില്ല. ഈ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ അഡ്വൈസ് പോയിരിക്കുന്ന 1204 അഡ്വൈസാണ്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റിൽ 1179 അഡ്വൈസ് ആയിരുന്നു. ഏതാണ്ട് ഒരേ റേഞ്ചിൽ തന്നെ 1204 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിന് ഏറ്റവും അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് 27/5/2020. ഏറ്റവും അവസാനം ഒരു ലിസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട് 27 മെയ് 27-ന് ഒരു 24 വേക്കൻസിയിലേക്കുള്ള അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് 16/5 വരെയുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മെയ് 16 വരെയുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആ ലിസ്റ്റിൽ നിന്ന് TPO ടെമ്പററി പാസ്റ്റ് ഓവർ ഉള്ളത് മുസ്ലിം 1, SIC നാടാർ 1, OBC 1, ഈഴവ 1 ഇങ്ങനെ കാറ്റഗറിയാണ് ടെമ്പററി ആയിട്ട് റിസർവേഷൻ 50-ൽ നിർത്താൻ വേണ്ടിയിട്ട് പാസ് ചെയ്തിരിക്കുന്നത്. അത് ഈ ലിസ്റ്റിൽ നിന്ന് എടുക്കും. പിന്നെ അതുപോലെ NCA ഉള്ളത് STക്ക് പകരം SC എടുത്തിട്ടുണ്ട്. അത് ഈ ലിസ്റ്റിൽ നിന്നും അതിന് അതേ രീതിയിൽ തന്നെ തുടരും. കാരണം ST മെയിൻ ലിസ്റ്റിൽ അധികം വരുന്നില്ല, ഒരാളെ വരുന്നുള്ളൂ. പിന്നെ അതുകൊണ്ട് അത് ബാധിക്കില്ല. SCക്ക് പകരം ST എടുത്തതിന് ആദ്യം ST എടുക്കും, പിന്നെ SC എടുക്കും, അങ്ങനെ പോകുന്നുള്ളൂ. വീണ്ടും STയുടെ എണ്ണം കുറവാണ്, അതുകൊണ്ട് അതും അധികം ബാധിക്കില്ല. അതേ രീതിയിൽ തന്നെ തുടരും. ഇത്രയാണ് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ആദ്യത്തെ അഡ്വൈസ് വന്നിരുന്നത് ഓഗസ്റ്റ് 8-നാണ്. ഓഗസ്റ്റ് മാസത്തിൽ 8, അതായത് മെയ് 31 ലിസ്റ്റ് വന്ന് ജൂൺ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് 8-ന് അത് വലിയൊരു അഡ്വൈസ് ആയിരുന്നു. 746 പേരുടെ അഡ്വൈസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ആ ലിസ്റ്റിൻ്റെ സംഭവിച്ചൊരു കാര്യമാണ് പറയുന്നത്. ആ ലിസ്റ്റിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ആൾക്കാർ 746, ലിസ്റ്റിൻ്റെ മെയിൻ ആൾക്കാർ ആദ്യം അങ്ങ് പോവുകയാണ്. ലിസ്റ്റിലുള്ള മെയിൻ ആൾക്കാർ ആദ്യം അങ്ങ് പോവുകയാണ്. പിന്നീടാണ് ബാക്കിയുള്ള ആൾക്കാർ പിന്നെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഇഴഞ്ഞ് നീങ്ങിയ അഡ്വൈസ് എന്ന് പറയും. ഇഴഞ്ഞ് നീങ്ങിയ അഡ്വൈസ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാവും. പിന്നീട് അങ്ങോട്ട് നവംബറിൽ ഒരു അഡ്വൈസ് വന്ന് 20 ആൾ, പിന്നെ അടുത്ത മാർച്ചിലാണ് വന്നത്, അത് 10 ആൾ, പിന്നീട് അങ്ങോട്ട് പിന്നെ മെയ്യിൽ ഒരു 16 ആൾ, അങ്ങനെ വന്ന് ഒരു വർഷവും 2, അതായത് 30/10/23 2022 മെയ് 31 ലിസ്റ്റ് വന്നു. ഒക്ടോബർ 31 ആയപ്പോഴേക്ക് 999 അഡ്വൈസ്, 1000 അഡ്വൈസ് അവിടെ തീർന്നു. അതായത് 2022 മെയ് 31 ലിസ്റ്റ് വന്നു.
അടുത്ത വർഷം ഒക്ടോബർ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്ക് 1000 അഡ്വൈസായി, 999 അഡ്വൈസായി. അത് കഴിഞ്ഞ് ഈ മെയ് 27 വരെ ആകെ നടന്നത് 205 അഡ്വൈസാണ്. ഇഴഞ്ഞ് നീങ്ങുന്നതായിരുന്നു പറയുക, 205 അഡ്വൈസേ നടന്നുള്ളൂ. അതാണ് നിങ്ങൾ ആ ലിസ്റ്റിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അതായത് 28/5/24 വന്നത്, അതുവരെ വന്നത് ഒരു മാസം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ 97 അഡ്വൈസേ നടന്നിട്ടുള്ളൂ. 100-ൽ താഴെ അഡ്വൈസേ മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ലിസ്റ്റിൻ്റെ നിയമന നില നിങ്ങൾക്ക് മനസ്സിലാവും. 746 ആദ്യം പോയെങ്കിലും പിന്നീട് അങ്ങോട്ട് നീങ്ങി ഇപ്പോൾ 1204 അഡ്വൈസിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ മലപ്പുറത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ 1204 അഡ്വൈസ് എന്ന് പറഞ്ഞെങ്കിലും വലിയൊരു നമ്പറാണ് എന്ന് പറഞ്ഞെങ്കിലും അതിലൊരു മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ 746 വന്നതുകൊണ്ടാണ് ഇത്രയും ഇതിലേക്ക് എത്തിയത് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നടക്കുമായിരിക്കും, പക്ഷേ ആദ്യത്തെ 746 തന്നെ വലുതാണ്. കാരണം അതിൻ്റെ മുമ്പത്തെ കൊറോണ കാലം കഴിഞ്ഞ് കുറേ കാലത്ത് നിയമനത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് ആദ്യം നിയമിച്ചതാണ്. എല്ലാ ജില്ലയിലും കുറച്ചധികം ഉണ്ടായിരുന്നു, പക്ഷേ മലപ്പുറത്ത് വളരെ അധികമായിരുന്നു, നല്ല അധികം ഉണ്ടായിരുന്നു. മറ്റു പല സ്ഥലത്തും മാക്സിമം ഒരു 150-100 റേഞ്ചിൽ പോയപ്പോൾ 746 പേര് ക്രീം ആൾക്കാർ ഫസ്റ്റുള്ളൊരു കൂടുതലായിട്ട് അപ്പോയിൻ്റായി. പിന്നീട് അങ്ങോട്ട് ഒരു വർഷം 2 മാസം കൊണ്ട് 1000 ആളെടുത്തു, 999 ആളെടുത്തു. പിന്നീട് അങ്ങോട്ട് ഇത്രയും കാലം വരെ 200 ആളെ എടുത്തിട്ടുള്ളൂ. മലപ്പുറം ജില്ലയിലെ അവസ്ഥ ഈ മെയ് 27 വരെ അത്രയേ വന്നിട്ടുള്ളൂ. അതായത് പിന്നെ 205 ആളെ എടുത്തുള്ളൂ. കഴിഞ്ഞ ഒരു വർഷം 97 അഡ്വൈസേ മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ മലപ്പുറം ജില്ലയിലെ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ 2-3 സാധ്യതകൾ വെച്ചിട്ടാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ ഡീറ്റെയിൽസ് പറയുക. കാരണം ഇത്രയും കാര്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ എനിക്ക് എത്രത്തോളം അഡ്വൈസ് വരും എന്നുള്ള കാര്യത്തിലൊരു സംശയം, ഒരു ഡൗട്ട് വന്നതുകൊണ്ട് തന്നെ ഞാനത് 2-3 സാധ്യതകളാണ് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ പൂർണ്ണമായിട്ടും 1200 റേഞ്ചിൽ തന്നെ അഡ്വൈസ് വരേണ്ടതാണ് ഇത്തവണ ലിസ്റ്റ് കുറച്ച് കൂടുതലാണ്. ലിസ്റ്റിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ നിയമനം കൂടുമോ എന്നുള്ള സംശയത്തിലായിരിക്കും ലിസ്റ്റ് കുറച്ച് കൂടുതൽ ഇട്ടത്. നിയമനത്തിൻ്റെ ലെവലും ഒഴിവിൻ്റെ ലെവലും ഇത്രയും വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കും ലിസ്റ്റ് കൂടുതൽ ഇട്ടത്. പക്ഷേ അത് ഉറപ്പിക്കാൻ 2 സാധ്യതകളുണ്ട്. ഈ ലെവലിൽ ആദ്യത്തെ അഡ്വൈസ് 746 എന്തായാലും വരില്ല, അത്രയും ഒഴിവ് വരില്ല. കാരണം മെയ് മാസം വരെ അഡ്വൈസ് കഴിഞ്ഞു, മെയ് 16 വരെയുള്ള എടുത്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതേ വരാനുള്ളൂ. മെയിലെ റിട്ടയർമെൻറ്റ് വേക്കൻസി ഉണ്ട് എങ്കിൽ പോലും ഫസ്റ്റ് അഡ്വൈസിൽ 746 വരാനുള്ള സാധ്യത കാണുന്നില്ല. വരുവാണെങ്കിൽ നോക്കാം. നമ്മൾ വേക്കൻസി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ 2-3 സാധ്യതകൾ വെച്ചിട്ടാണ് ഈ ലിസ്റ്റിനെ സമീപിക്കുന്നത്. ആദ്യം ഒരു വേസ്റ്റ് കേസ്, ഏറ്റവും മോശം കേസിൽ വന്നു കഴിഞ്ഞാൽ എത്ര വരും? ഞാൻ കാണുന്നത് ഒരു 800 അഡ്വൈസ്. കാരണം അതിൽ എങ്ങനെയായിരിക്കും നിയമന നില വരിക എന്നുള്ളതിന് റൊട്ടേഷൻ തയ്യാറാക്കി ഞാനൊരു ലിസ്റ്റ് നോക്കിയിട്ടുണ്ട്. 800 അഡ്വൈസ് വരികയാണെങ്കിൽ എത്ര വരെ? പിന്നെ നോർമലി 1200 തന്നെ വരികയാണെങ്കിൽ, കാരണം കഴിഞ്ഞ 2 ലിസ്റ്റിലും അതേ ലെവലിൽ വന്നിട്ടുണ്ട്, അത് വരാനാണ് സാധ്യത. അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടാനാണ് സാധ്യത. എങ്കിൽ പോലും ഒരു വേസ്റ്റ് കേസ് എന്നുള്ള രീതിയിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എത്രത്തോളം ആൾക്കാർ നിയമിതരാകും എന്ന കേസാണ് ആദ്യം പരിഗണിക്കുന്നത്. ആദ്യം ഓപ്പൺ കോമ്പറ്റീഷൻ 800 അഡ്വൈസാണ് നമുക്ക് വരുന്നതെങ്കിൽ, 800 അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് കേസാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ കോമ്പറ്റീഷൻ 617 റാങ്ക് വരെ വരും. ഈഴവ 621, EWS 1316. ഞാനതാ പറഞ്ഞത്, EWSന് എഡ്ജുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് മലപ്പുറം. ലിസ്റ്റിൽ എണ്ണം നോക്കുമ്പോൾ EWS അങ്ങ് കുറച്ച് ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുമ്പോൾ EWS അങ്ങ് കൂടുതൽ കയറിപ്പോകും, ഒരു സംശയമില്ല. അതിൽ NJD കൂടി വരികയാണെങ്കിൽ ഇതിൽ കൂടുതൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 22, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 16, മുസ്ലിം 618 റാങ്ക്. മുസ്ലിമിന് വലിയൊരു ബെനിഫിറ്റ് ഇല്ലാത്ത ഡിസ്ട്രിക്റ്റാണ് ഈ ലിസ്റ്റ്. അത് മലപ്പുറത്ത് പൊതുവെ അങ്ങനെയാണ് വരിക. LC ഓർ ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 12, OBC 745 745, വിശ്വകർമ്മ 723, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 6. ഇതൊരു വേസ്റ്റ് കേസാണ്. കാരണം ഏറ്റവും മോശം നിയമനമാണ് നടക്കുന്നത് എങ്കിൽ ഉണ്ടാകുന്ന ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. ഇനി സാധാരണ രീതിയിൽ അഡ്വൈസ് നടക്കുകയാണെങ്കിൽ ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യും, സാധാരണ രീതിയിൽ വരും, ഒരു സംശയമില്ല. അതിലേക്ക് വരികയാണെങ്കിൽ അത് തന്നെ വരാനാണ് സാധ്യത. ഒരു 1200 റേഞ്ചിൽ 1200, 1200, കഴിഞ്ഞ തവണ 1204 വന്നതുപോലെ 1200 റേഞ്ചിൽ തന്നെ വരികയാണെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 946 റാങ്ക് വരെ. ഈഴവ 953, EWS സപ്ലിമെൻ്ററി ലിസ്റ്റ് 30 വരെ പോകാൻ ചാൻസ് ഉണ്ട്. SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 54, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 24, മുസ്ലിം 948, LC ഓർ ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 29, OBC 1140, വിശ്വകർമ്മ 1016, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 6, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 9, SCCC ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ടഡ് ലിസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റ് 11, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 10.
ഡിസേബിൾഡ് കാറ്റഗറി ഞാൻ പറയുന്നില്ല, കാരണം അത് 100 പുറത്താണ് വരുന്നത്. അവരെന്തായാലും മിക്കവാറും കയറി പോകാനും തന്നെയാണ് ചാൻസ്. ആദ്യം തന്നെ എടുക്കും. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നുള്ള പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എടുക്കും. നിങ്ങൾ പത്തനംതിട്ട കണ്ട പോലെ തന്നെ ആദ്യം തന്നെ അവരെ ആയിരിക്കും പരിഗണിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് വരുള്ളൂ. അത് 100-ൽ നിന്ന് പുറത്താണ്, 4% പുറത്താണ് വരിക. അതെടുത്തിട്ടാണ് അടുത്ത മെയിൻ റൊട്ടേഷൻ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഇനിയുള്ള കേസാണ് ഈ ലിസ്റ്റിൻ്റെ എണ്ണവും സാധ്യതകളും വെച്ച് മലപ്പുറത്ത് നിയമനം കുറച്ചുകൂടി കൂടുകയാണെങ്കിൽ, ഒരു 1500 അഡ്വൈസ് വരെയൊക്കെ വരികയാണെങ്കിൽ, 1200, 1300 ഒക്കെയാണ് റേഞ്ച്, 1500 വരെ ഒരു നല്ലൊരു സാധ്യത, നല്ലൊരു നിയമനങ്ങൾ വന്നു, റിട്ടയർമെൻറ്റ് വന്നു, പ്രൊമോഷൻസ് വന്നു, മാറുന്ന സാഹചര്യങ്ങളാണല്ലോ എല്ലായിടത്തും വരുന്നത്. ഈ മാറ്റത്തിലൂടെ നല്ലൊരു നിയമന നില വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ, 1500 വരെ വരികയാണെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 1186 റാങ്ക് വരെ പോവാം. ഈ ഈഴവ 1211, EWS സപ്ലിമെൻ്ററി ലിസ്റ്റ് 60, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 78, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 30, മുസ്ലിം സപ്ലിമെൻ്റ് 1194. മുസ്ലിം അതേ വരുന്നുള്ളൂ, സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് വരുന്നത് കാണുന്നില്ല. LC ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 40, OBC 1373, വിശ്വകർമ്മ 1136, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 9, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 12, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 15, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 14. ഇതാണ് ഒരു ഹൈ റേഞ്ചിലേക്ക് വരുന്ന കേസ്. ഇതൊക്കെ മാറ്റം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ NJD വരുമ്പോൾ. NJD നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഡിസ്ട്രിക്റ്റാണ് മലപ്പുറം. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 160 ചില്ലാനം NJD വന്നിരുന്നു. അപ്പോൾ വീണ്ടും ഈ ലിസ്റ്റിൽ നിന്നൊക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്കും അങ്ങോട്ട് താഴോട്ട് വരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. NJD കാര്യം നമുക്കറിയില്ല, ആരൊക്കെ ജോയിൻ ചെയ്യാതിരിക്കുന്നത് നമുക്കറിയില്ല. ഓരോ കാറ്റഗറിയിലും ഒരു വിശ്വകർമ്മയിലാണ് ജോയിൻ ചെയ്യാതിരിക്കുന്നതിൽ വിശ്വകർമ്മയിൽ താഴോട്ട് പോകും. വിശ്വകർമ്മയൊക്കെ കുറേ വിശ്വകർമ്മ ഇതിൽ നിന്ന് മെയിൻ ലിസ്റ്റിൽ നിന്ന് തന്നെ വരുന്നുള്ളൂ, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് വരുന്നില്ല. അത് വരണമെങ്കിൽ ഏതെങ്കിലും NJD വരുമ്പോഴേ വരുള്ളൂ. ഈ ലിസ്റ്റിൽ സാധ്യതകളിൽ EWSനാണ്. EWSന് മെയിൻ ലിസ്റ്റിലെ എണ്ണം കുറവായതുകൊണ്ടും നിയമനം കൂടുതൽ നടക്കുന്നതുകൊണ്ടും മെയിൻ ലിസ്റ്റിൽ 90 പേരേ ഉള്ളൂ. മറ്റു കൊല്ലത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മെയിൻ ലിസ്റ്റിൽ തന്നെ 100 പേരുണ്ട്. ചെറിയ ലിസ്റ്റാണ്, എന്നിട്ട് പോലും മെയിൻ ലിസ്റ്റിൽ 100 പേരുണ്ട്. മലപ്പുറത്ത് അതില്ല. അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റ് ഓപ്പൺ കോമ്പറ്റീഷൻ വരുമ്പോൾ EWS അങ്ങ് കുറേ മുകളിലോട്ട് വരും എന്നാണ് മലപ്പുറത്തിൻ്റെ സാധ്യതകൾ. മലപ്പുറത്ത് ഞാനൊരു വേസ്റ്റ് കേസും കൂടി പരിഗണിക്കാൻ കാരണം കഴിഞ്ഞ തവണത്തെ നിയമന നില നോക്കിയിട്ടാണ്. നിയമന നില ഫസ്റ്റ് അഡ്വൈസിൽ വന്നു എന്നല്ലാതെ, ഫസ്റ്റ് അഡ്വൈസിൽ 746 വന്നു എന്നല്ലാതെ പിന്നീട് അങ്ങോട്ട് അത്രയും നിയമനം വന്നിട്ടില്ല. ഒരു 500 അഡ്വൈസ് പോലും പിന്നീട് വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വേസ്റ്റ് കേസ്, മറ്റ് ജില്ലകൾ പരിഗണിക്കാത്ത മറ്റൊരു കേസും കൂടി മലപ്പുറത്ത് പരിഗണിക്കാൻ കാരണം. മലപ്പുറത്ത് ഞാൻ മെയിൻ ലിസ്റ്റ് മാത്രമേ എണ്ണം എടുത്തുള്ളൂ എന്നുള്ള കാര്യം ഇതാണ്. എനിക്ക് സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് എണ്ണം നിങ്ങൾ നോക്കുക. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ താഴെ സമയത്തിനനുസരിച്ച് മറുപടി പറയാം. ഓരോ ജില്ലകളായിട്ട് ഞാൻ പരിഗണിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പരിഗണിക്കുന്നു. മറ്റ് വെറുതെ അങ്ങ് നോക്കുന്നതല്ല. ലിസ്റ്റ് സാധ്യതകൾ, അഡ്വൈസിൻ്റെ സാധ്യതകളും എല്ലാം നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ മലപ്പുറത്തിൻ്റെ വേസ്റ്റ് കേസ് ഏറ്റവും മോശം സ്ഥിതി പറയാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. മോശം സ്ഥിതി ആയിരിക്കില്ല, സാധാരണ രീതിയിൽ തന്നെ നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. റിട്ടയർമെൻറ്റ് വേക്കൻസി വരാനുണ്ട്, പ്രൊമോഷൻസ് വരാനുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലമാണ്, സാധ്യതകളുണ്ട്. എല്ലാം ഒത്തുകിണങ്ങി വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിയമനങ്ങൾ നടക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.